എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ പ്രിയയും വിനോദും കൂടെ കാറി വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്താണ് വിനോദിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. പോയി കഴിയുമ്പത്തേനും കൂട്ടുകാരനാണ് വിളിക്കുന്നത്, അബിയാണ് വിളിക്കുന്നത്. അബി വിളിച്ചിട്ട് പറഞ്ഞ വാർത്തകളെല്ലാം കേട്ട് ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് വിനോദ്. വിനോദിന്റെ മൊത്തം ഭാവവ്യത്യാസമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പ്രിയക്ക് എന്തോ ഒരു ടെൻഷൻ തോന്നി. എന്താ കാര്യം എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞതുമില്ല. ഈ സമയം പ്രിയോർത്തിനിപ്പ വല്ല കമ്പനി കാര്യത്തെ കുറിച്ചായിരിക്കും, അതുകൊണ്ടായിരിക്കും വിനോദ് ഇത്രമാത്രം ടെൻഷൻ ആയിട്ടിരിക്കണേന്ന്. പക്ഷെ വിനോദിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ്, എന്ത് ചെയ്യണം അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് രാധികാമയും വരുണും എല്ലാരും കൂടെ വീട്ടിലേക്ക് ചെന്നിറങ്ങുവാണ്. രാധികാമയുടെ നെഞ്ചിനകത്താണെങ്കിൽ പഞ്ഞി വെച്ച കത്തുന്നൊരവസ്ഥയാണ്. ഇനിയിപ്പൊ അങ്ങോട്ട് ചെന്ന് കയറി കഴിയുമ്പോ എന്താ സംഭവിക്കുന്നേ? ഇനിയിപ്പം കണ്ണനെങ്ങാനും വന്നിട്ടുണ്ടായിരിക്കുവോ? ഇനി കണ്ണൻ വന്ന് അതോടുകൂടി തീർന്നു, തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയൂലോ. അങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോ അയ്യപ്പേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അയ്യപ്പേട്ടനെ കണ്ടതും രാധികാമ അയ്യപ്പേട്ടനെ നോക്കുവാണ്. ഈ സമയം ബാക്കി വരുണും രേഖ എല്ലാരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. അപ്പൊ അയ്യപ്പേട്ടനോട് ചോദിച്ചു, അയ്യപ്പേട്ട അവളെന്തേ അനാർക്കലി എന്തേന്ന് ചോദിക്കുക. ഇത് കേട്ടത് അയ്യപ്പേട്ടൻ പറഞ്ഞു, മുറിയിലുണ്ടെന്ന് പറയാണ്. അല്ല അയ്യപ്പേട്ടൻ പറഞ്ഞിട്ട് അവള് പോയില്ലേ? ഞാൻ പറഞ്ഞിട്ട് പോവാനാ, നല്ല കഥയായിപ്പോയി. രാധികാമേനെ കണ്ടിട്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ രാധികാമയോട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ ഒറ്റ കാലം നിൽക്കുക. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പറയാനുള്ള പറഞ്ഞെന്ന് പറയാണ്. ദേ ഒരു കാരണവശാലും ഗോവനാനും കാണാൻ പാടില്ല. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അനാർക്കൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണെന്ന് പറയാ. ഇത് കേട്ട് അയ്യപ്പേട്ടൻ പറഞ്ഞു, എനിക്കറിയില്ല, ഒരു കാര്യം ചെയ്യാം, രാധികാമ്മ തന്നെ ചെന്ന് സംസാരിക്കാൻ പറയാണ്. പിന്നീട് ആകപ്പെടെ അങ്കലാപ്പോടു കൂടിയാണ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുന്നത്. അങ്ങനെ രാധികാമ്മ വരുന്ന രഞ്ജു കണ്ടു. രഞ്ജു നോക്കി, രാധികാമ്മനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജുവിന് മനസ്സിലായി എന്തൊക്കെയോ മുഖത്തൊരു ഭാവവ്യത്യാസമൊക്കെ ഉണ്ട്, എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ. ഒരു പക്ഷേങ്കില് അനാർക്കലി വന്നതിന്റെയാണോ അതും അറിയാൻ പറ്റില്ല. അനാർക്കലിയുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണല്ലോ ഗോവിന്ദനോട് അനാർക്കലി വന്ന കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയണേ. അങ്ങനെ മൂട്ടിൽ തീ പിടിച്ചൊരവസ്ഥയില് രാധികാമ്മ കയറി മുറിയിലേക്ക് അങ്ങോട്ട് ഓടുവാണ്. അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അനാർക്കലി നിൽക്കുന്നുണ്ട്. അനാർക്കലിയെ കണ്ടത് പെട്ടെന്ന് രാധികാമ്മ അങ്ങോട്ട് ഞാൻ തിരിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നോ 10 കോടി രൂപ തരാന്ന് പറഞ്ഞ ഈ രാധിക തന്നിരിക്കും, പിന്നെ അതിന്റെ പേരില് നീ എന്തിനാടി വീട്ടിലേക്ക് കയറി വന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് അനാർക്കലി, ഈ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട, പറഞ്ഞു കേട്ടല്ലോ. അതെ, അങ്ങനെയൊന്നും ഭീഷണി കേട്ടാ ഓടിപ്പോകുന്നോളല്ലേ ഈ അനാർക്കലി. ഇത്രയും കാലം ജയിലിൽ കിടന്നു, നീയൊക്കെ ഇവിടെ സൂചിച്ച് ജീവിച്ച സമയത്ത് ഞാൻ ജയിലിലായിരുന്നു, അറിയാലോ. ഇനിയെങ്കിലും എനിക്ക് നന്നായിട്ട് ജീവിക്കണം. ഇത് കേട്ടും രാധികാമ്മ പറഞ്ഞു, നിനക്ക് നന്നായിട്ട് ജീവിക്കണല്ലേ, 10 കോടി രൂപ കൊണ്ട് നീ തൃപ്തിപ്പെടുമെന്ന് ഞാൻ ഓർക്കണല്ലേ. 10 കോടി രൂപ എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ പൈസ ചോദിച്ച് പുറകെ നടക്കില്ലേന്ന് ചോദിക്കാം. പിന്നെ അത് എനിക്ക് നിന്റെ സ്വഭാവം ഇല്ലെന്ന് പറയാം. നീ അന്ന് തട്ടിയെടുത്തിരുന്ന അതിന്റെ ഒരു അംശം പോലും ആയിട്ടില്ലേ 10 കോടി രൂപ. എനിക്ക് നന്നായിട്ടറിയാം, നിന്നെയും ഭദ്രനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം എന്ത് ചെയ്യണമെന്നുള്ളത്, അതിനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് ഉറപ്പായിട്ടും നിനക്കിട്ടുള്ള പണി ഞാൻ തന്നിരിക്കും. 10 കോടി രൂപ തരണമെന്ന് പറയണം. ഇത് കേട്ടതും രാധികാൻ പറഞ്ഞു, എന്റെ അനാർക്കലി നീ ഒന്ന് പോ, നിന്നെ ഇവിടെ ആരെങ്കിലും കണ്ടാ പ്രശ്നമോ? ഇതേ എന്റെ കുട്ടികളാണ് കണ്ടാൽ തന്നെ ചോദിക്കും, നീ ആരാ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അറിയാലോ, ഗോവനാനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു. എനിക്ക് നിന്നെ അറിയത്തില്ലെന്നാ ഞാൻ അവനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടുന്ന് എത്രയും ഇവിടുന്ന് പോകാൻ പറയണം. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും പോകാനായിട്ട് വന്നതല്ല ഞാൻ, അറിയാലോ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാം, അതുവരെ ഞാൻ ഇവിടെ നിൽക്കും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം. രാധിക ആകപ്പാടെ പെട്ടുപോയി, ഒന്നും മേലാത്ത അവസ്ഥയില്. ഈ സമയത്താണ് ഭദ്രൻ ഞാൻ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. മറ്റൊന്നുമല്ല, വിനോദിന്റെ കാറില് മയക്കുമരുന്നുണ്ടായിരുന്നുള്ള കാര്യം. ഇത് കണ്ടു കഴിഞ്ഞതും ഭദ്രന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയാ. എങ്ങനെ അവനെ രക്ഷിക്കും? അവൻ ഇനി അബദ്ധം പറ്റിയതാണോ അതോ വേറെന്തേലും ആണോ എന്നറിയത്തില്ല. അവന് ടൂറ് പോയേക്കോന്നല്ലേ പറഞ്ഞ്, അപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. നേരെ വിലാസിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. വിലാസിനോട്, എന്താ ഭദ്രേട്ടാ, എന്താ കാര്യം നോക്കാം? അതെ, ആകപ്പാടെ പ്രശ്നമായെന്ന് പറയണേ. പ്രശ്നമോ? എന്ത് പ്രശ്നം? അതെ, നമ്മുടെ വിനോദിന്റെ കാറ് പോലീസ് പൊക്കിന്ന് പറയണം. വിനോദിന്റെ കാറ് പോലീസ് പൊക്കിന്നോ? നിങ്ങൾ എന്താ പറയണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം. ആ, അതൊക്കെ വഴിയെ മനസ്സിലാക്കിയോളും. വിനോദിന്റെ കാറ് കസ്റ്റഡിയിലെടുത്തു. വിനോദിന്റെ കൂട്ടുകാരനാണ് ഓടിച്ചു പോലും. അത് മാത്രല്ല, അവന്റെ കാറിനകത്ത് കിട്ടിയത് എന്താണെന്നറിയോ? മയക്കുമരുന്നാന്ന് പറയാണ്. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ കാർ ഓടിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ അവൻ ഇറങ്ങി ഓടിയെന്നാ പറഞ്ഞത്. അപ്പൊ വിനോദിന്റെ പേരിലേക്ക് എനിക്ക് കേസ് വരത്തോളൂ എന്ന് പറയാം. വിലാസിന് പറഞ്ഞു, ഇത് എന്തൊരു പരീക്ഷണോ, ഇത് ഞാൻ എങ്ങനെ വിളിച്ചു പറയും? ഇത് കേട്ടൻ ഭദ്രൻ പറഞ്ഞു, എങ്ങനെയല്ലേ നീ ഗീതുവിനോട് എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് പറയണം. ഇനിയിപ്പൊ രക്ഷിക്കാനായിട്ട് അവൾക്ക് മാത്രം സാധിക്കുള്ളൂ എന്ന് പറയാം. വിലാസിന് പറഞ്ഞു, എങ്ങനെ രക്ഷിക്കുമെന്നാ പറയണേ? എനിക്ക് പ്രിയയുടെ കാര്യത്തിലെ ടെൻഷൻ ഉള്ളൂ, ഇന്നും നാളെയൊന്നും പറഞ്ഞിട്ട് അവൾ ഇരിക്കുക. അവളുടെ
അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് വല്ല ടെൻഷൻ അടിച്ച് എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഭഗവാനെ ഒന്നും ഉണ്ടാക്കല്ലേ, അങ്ങനെ ആപത്തൊന്നും വരുത്തില്ലെന്ന് പറഞ്ഞ് വിലാസിനെ പ്രാർത്ഥിക്കുക. ഈ സമയം ഭദ്രൻ പറഞ്ഞു, നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് ഗീതുവിനെ വിളിക്കാൻ പറയാ. ഈ സമയം ഗീതവും ഗോവിന്ദും നല്ല എൻജോയ്മെന്റിലായിരുന്നു. കാരണം രാധികാമയൊക്കെ പോയല്ലോ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം. എന്തായാലും 2 ദിവസം കൂടെ അടിച്ചു പൊളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അവര് മുറിയിൽ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കി കഴിയുമ്പത്തേനും ഇതെന്നാ അച്ഛന്റെ ഫോണിൽ നിന്നാണല്ലോ കോൾ വരുന്നതെന്നൊരു ചിന്തയുണ്ടായി. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോണ്ട് മാറുവാണ്. എന്താന്ന് ചോദിക്കുകയാണ്. അപ്പം കോൾ എടുത്ത് അച്ഛനാന്ന് ഓർത്തോണ്ടാണ് സംസാരിക്കുന്നത് ഗീതു. ഈ സമയം പറഞ്ഞു, അച്ഛനല്ല മോളെ, ഞാനാ. അമ്മ എന്ത് പറയണേ? എന്താ അമ്മയുടെ സ്വരം എന്താ വല്ലായിരിക്കണേ? എന്താ തലവേദന വല്ല ഉണ്ടായോ? അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ അച്ഛൻ വല്ല വഴക്കടിക്കും എന്തെങ്കിലും ചെയ്തോ? അതൊന്നും അല്ല മോളേന്ന് പറയണ. പിന്നെന്താ കാര്യം? അതെ, വിനോദിന്റെ കാറ് പോലീസ് കസ്റ്റഡി എടുത്തെന്ന് പറയണം. പോലീസ് കസ്റ്റഡിയിൽ എടുത്തോ? അതെന്തിനാ? അത് മോളെ, വണ്ടിക്കകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് പറയണം. പെട്ടെന്ന് തന്നെ ഗീതു ഞെട്ടി. അതെങ്ങനെ സംഭവിക്കുമേ? അതിന് വിനോദ് ഇവിടെ ആയിരുന്നല്ലോ, പിന്നെ എങ്ങനെ അവന്റെ കാറിനകത്തുനിന്ന് മയക്കുമരുന്ന് എടുത്തു? വിനോദ് ഞങ്ങളോടൊപ്പം ഈ റിസോർട്ടിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം. അതൊന്നും എനിക്കറിയില്ല മോളെ, കൂട്ടാനായിട്ട് ഓടിച്ചോണ്ട് പോയപ്പോഴേ പിടിച്ചെന്നാ പറയണേ. അതിപ്പോ വിനോദ് വെച്ചാണോ അതിനിപ്പോ വേറെ ആരും മയക്കുമരുന്ന് വെച്ചാണോ എന്ന് അറിയത്തില്ല. അവര് കടത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ടാണെന്നും അറിയത്തില്ല. ഇനിയിപ്പം വിനോദ് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലും മോള് കോവനോടൊന്ന് പറഞ്ഞിട്ട് അവനെ എങ്ങനെയും ഒന്ന് പുറത്ത് ഇറക്കണം. അറിയാലോ, ഇത് പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ. ഇത് കേട്ടതും ഗീത പറഞ്ഞു, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അമ്മ പേടിക്കാതിരിക്കുക, ഒന്നും സംഭവിക്കില്ല. ഇതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണമെന്ന് പറയണം. ഈ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദ് വന്നിട്ട് ചോദിച്ചു, എന്താ ഗീതു എന്ന് ചോദിക്കണം. അതെ, ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയാം. പോകാനോ? അപ്പൊ നീയല്ലേ പറഞ്ഞ ഇപ്പൊ പോണ്ട, 2 ദിവസം കഴിഞ്ഞ് ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് പോയാൽ മതിയെന്ന്. അത് പിന്നെ കണ്ടേട്ടാ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നേ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് പറയണം. അല്ല, എന്ത് പ്രശ്നമാ? നീ എന്തിനെ കുറിച്ചാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അമ്മ വിളിച്ച എന്തിനാന്ന് ചോദിക്കുക. അതെ, അമ്മ വിളിച്ചിട്ടാ പറഞ്ഞേ വിനോദിന്റെ കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തെന്ന്, വിനോദിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവന്ന്. വിനോദിന് അതെന്തിനാ? കാറിനകത്ത് മയക്കുമരുന്ന് കിട്ടിയ കാര്യം എല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു, അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ, വിനോദിന്റെ കാർ അവിടെ അല്ലായിരുന്നു, പിന്നെ എങ്ങനെയാ പോലീസ് കസ്റ്റഡിയിൽ എടുത്തേ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗോവിന്ദേട്ടാ. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഫ്രണ്ട് കൊണ്ടുപോയതാണോ, ഇനിയിപ്പോ അവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ പിടിച്ചതെന്ന് അറിയത്തില്ല. പക്ഷെ കാറ് വിനോദിന്റെ ആണല്ലോ, അപ്പൊ ഉറപ്പായിട്ടും കേസ് വരും. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും വിഷമിക്കാതിരിക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ഗോവിന്ദ് തനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ എല്ലാം വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഒരു കാര്യം മനസ്സിലായി, ചെറിയ കേസൊന്നും അല്ല വരാൻ പോകുന്നത്, വലിയ കേസ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? പെട്ടെന്ന് ഗീത് പറഞ്ഞു, നമുക്ക് പോകാം, ഇനി ഇവിടെ നിന്നിട്ട് ശരിയാകത്തില്ല. അമ്മയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട്. വല്ല ആദ്യ കയറി എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെ അവിടെ നിങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വിനോദ് ആ പട അസ്വസ്ഥതയോട് കൂടിയിട്ടാ വീട്ടിലേക്ക് വരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അസ്വസ്ഥ. അങ്ങനെ അകത്തേക്ക് കയറി കഴിയുമ്പോ പ്രിയോർത്തു, ഇതെന്തിനാ വിനോദ് ഇത്രമാത്രം ടെൻഷൻ അടിക്കണേ, എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല. ഈ സമയം രാധികാമയും അനാർക്കലിയും കൂടെ വീണ്ടും ടെറസിന്റെ അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗോവിന്ദും ഗീതും കൂടെ വന്നിറങ്ങുന്നത് കണ്ടത്. പെട്ടെന്ന് ഇതെന്താ പറ്റി ഇത്ര പെട്ടെന്ന് വന്ന്? ദൈവമേ, എന്തോ ഒരു പ്രശ്നമുണ്ട്, മിക്കവാറും നിന്നെക്കുറിച്ച് ചർച്ച കാണുമെന്ന് പറയാം അനാർക്കലി. പെട്ടെന്ന് അനാർക്കലി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയ്യപ്പേട്ടനായിരിക്കും ഇതിന്റെ പിന്നില്, അയ്യപ്പേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് ഇത്ര സ്പീഡപ്പിൽ അവരിങ്ങോട്ട് വന്നേക്കെന്ന് പറയണം. പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ അനാർക്കലി, നീ ഇവിടെ നിന്ന് എങ്ങോട്ടേലും ഒന്ന് മാറ്, നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കളത്തരങ്ങളെല്ലാം പൊളി, നിനക്ക് പിന്നെ പൈസ തരാനും പറ്റില്ല, ഞാൻ ഈ അറക്കൽ വീണ്ടും പുറത്താവും, നീ എങ്ങോട്ടേലും ദൈവത്തെ ഒത്തൊന്ന് മാറാൻ പറയാണ്. ഇത് കേട്ടത് അനാർക്കലി പറഞ്ഞു, മാറാനാ? അങ്ങനെയൊന്നും മാറാൻ ഈ അറാനക്കട് തീരുമാനിച്ചിട്ടില്ല, എനിക്കറിയാൻ രാധികം നിന്റെ സ്വഭാവം എന്താന്ന്. കുറെ കാലം മുമ്പ് മാധവൻ നായർ ചതിച്ചാ നീയ, പക്ഷേങ്കില് അന്നൊന്നും എനിക്ക് നിന്റെ ഈ സ്വഭാവത്തെ കുറിച്ച് അത്ര അറിയില്ലായിരുന്നു, പിന്നീട് ഞാൻ സത്യാവസ്ഥകളെല്ലാം മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് ഈ പ്രാവശ്യം നിന്നെ അങ്ങനെ അങ്ങോട്ട് ഞാൻ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ ഓർത്ത നീ എന്നാ ഒരു മുറിയിലേക്ക് പോ, നിന്നെ ആ മുറിക്കകത്ത് ഞാൻ നിർത്തിക്കോളാം, ഒരു കാരണവശാലും ആ മുറി തുറന്ന് ആരും അകത്തേക്ക് കയറാനും വരുന്നില്ല, നീ മുറിക്കകത്തിരിക്കുക, പിന്നെ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കാം, ആദ്യം ഗോവിന്ദൻ ഇവിടെ നിന്ന് എങ്ങോട്ടിലൊന്ന് പറഞ്ഞു വിളിച്ച് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രാധികാമ താഴേക്ക് വരുവാണ്. പിന്നീട് വിനോദ് അകത്തേക്ക് വന്നിട്ട് പ്രിയോട് പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യം ഇവിടുന്ന് പുറത്തു പോകണമെന്ന് പറയാം. പുറത്തു പോകാനോ? എന്തിനാ ഇപ്പൊ വിനോദേട്ടൻ പുറത്തു പോകണേ? ഇപ്പോഴിങ്ങോട്ട് വന്നല്ലേ ഉള്ളെന്ന് ചോദിക്കണം. അത് അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് പുറത്തേക്ക് വരാൻ തുടങ്ങുവാണ്. ഈ സമയം ഗീതവും ഗോവിന്ദും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുന്നേ. പെട്ടെന്ന് രണ്ടുപേരും കൂടെ വരുന്നുണ്ടപ്പോഴത്തേനും കാഞ്ചനയൊന്ന് നോക്കി, ആഹാ കൊള്ളാലോ, രണ്ടുപേരും കൂടെ
വഴക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലോ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഒരുമിച്ച് കൂടെ വന്നിരിക്കുന്നത്? കാഞ്ചനയുടെ ഉള്ളിൽ ഭയങ്കര സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാഞ്ചനയ്ക്ക് പണ്ടേ സംശയത്തിന്റെ കാര്യത്തില് ഇച്ചിരി മുൻപന്തിയിലാണല്ലോ. ഈ സമയത്താണ് പുറത്തൊരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നുണ്ട്. കാഞ്ചന പോയി നോക്കി കഴിഞ്ഞപ്പോ പോലീസ് ജീപ്പാ. പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ഗോവിന്ദമാമ നോക്കിയത് പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗീതവും ഗോവിന്ദവും ഞെട്ടി. പെട്ടെന്ന് തന്നെ ഗീതവും ഗോവിന്ദും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും രാധികാമ്മ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. രാധികാമ്മ വന്നു കഴിയുമ്പോഴത്തേനും ഗീതവും ഗോവിന്ദും കൂടെ പുറത്തേക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. ഇതെന്താ ഇവരെങ്ങനെ വന്നവിടെ തന്നെ പെട്ടെന്ന് പോകുന്നത്? അപ്പോഴാണ് കാഞ്ചന പറയുന്നത്, മാമി പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടെന്ന്. ഈ സമയം ഇതൊന്നും അറിയാത്തില്ലാതെ വിനോദം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. വിനോദം കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. വിനോദ് പെട്ടെന്ന് പോലീസുകാരെ കാണുവാണ്. വിനോദിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഈ സമയത്ത് പോലീസുകാരുടെ അടുത്ത് നിന്ന് ഗോവിന്ദ് ചോദിച്ചു, എന്താ എന്താ കാര്യം എന്ന് ചോദിക്കണം. അതെ, ഞങ്ങൾ ഇവിടുത്തെ വിനോദിനെ അറസ്റ്റ് ചെയ്യാൻ വന്നാന്ന്. ഇതിലാരാ വിനോദിന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് ഗോവിന്ദന് അപകടമെടുത്തു. ഗോവിന്ദ് പെട്ടെന്ന് വിനോദിനോട് പറഞ്ഞു, കേറാ, നീ വണ്ടിക്കകത്തേക്ക് കേറാൻ പറയാണ്. പെട്ടെന്ന് വിനോദ് കയറാൻ തുടങ്ങുമ്പോഴത്തേനും പോലീസുകാരെ പിടിക്കാൻ തുടങ്ങുക. പോലീസുകാർക്ക് പിടികൊടുക്കാതെ വിനോദം അങ്ങോട്ട് ഓടുക. പോലീസുകാർ കുറെ പുറകെ വന്നാലും വിനോദിനെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ഇവൻ എവിടെ പോയോ ഒളിച്ചു നടത്തില്ല. ഈ സമയം ഗോവിന്ദൻ അങ്ങോട്ട് വന്നിട്ട്, സാറേ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഉറപ്പായിട്ട് ഞാൻ വിനോദിനെ അങ്ങോട്ട് എത്തിച്ചേക്കാം. ഇനി ഇതിന്റെ പേരിൽ സാറിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർക്ക് ഗോവിന്ദല്ല പറയണേ, അപ്പൊ ഇത്ര സ്വാധീനം പിടിയുള്ള ആളാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതേ പറഞ്ഞു കേട്ടല്ലോ, ഇപ്പൊ തന്നെ അവൻ എവിടെയാണെങ്കിലും അവനെ അങ്ങോട്ട് കൊണ്ടുവന്നേക്കണമെന്ന് പറയാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വിനോദിന് ചങ്കി തീയായിരുന്നു. താൻ പിടിക്കപ്പെട്ടത് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയില്ല. വിനോദ് അവര് പോയതിന് ശേഷം അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. നേരെ അകത്തേക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുവാണ്. പെട്ടെന്ന് പ്രിയ ചോദിച്ചു, എന്താ എന്താ ഇവിടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനാ വിനോദേ പോലീസ് വന്നേ? വിനോദ് ഓടിയെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ കാഞ്ചനക്ക. കാര്യം എന്താന്ന് ചോദിക്കണം. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, കൂടുതൽ കാര്യത്തിൽ നിന്ന് ഇടപെടാൻ വരണ്ടെന്ന് പറയണം. എന്താ കാര്യം? അല്ല, വിനോദ് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതെ, ഇപ്പോഴാന്നും പറയാനുള്ള സമയമില്ല എന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കാര്യം എന്താണെന്ന് അറിയണം. നീ കാര്യം പറഞ്ഞിട്ട് പോയാമെന്ന് പറയണം. നിന്റെ കൂടെ മാറി നിൽക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് തള്ളുവാണ്. കൈ പിടിച്ച് അങ്ങ് മാറ്റി അങ്ങോട്ട് വിടാൻ തുടങ്ങുവാണ്. ഈ സമയം ബാലൻസ് തെറ്റി ആ സ്റ്റെപ്പേന്ന് പ്രിയ താഴേക്ക് അങ്ങോട്ട് വരുവാണ്. ഉരുണ്ടുരുണ്ട് അങ്ങോട്ട് വരുവാ. ഇത് കണ്ടുകൊണ്ടാ ഗോവിന്ദും ഗീതും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുന്നത്. രാധികാമ്മയും കണ്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു നിമിഷം. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പോയി പ്രിയനെ വാരി എടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ പ്രിയയുടെ ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഫുള്ള് ബ്ലഡായി. അത് കേട്ട് കണ്ടപ്പോ തന്നെ ഗീതുവിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. പെട്ടെന്ന് ഗീതു പറഞ്ഞു, ഗോവിന്ദേട്ടാ വണ്ടി എടുക്കുക, പ്രിയമോളെ എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാം. എല്ലാരും ഉണ്ടായിരുന്നു ആ സമയത്ത്. കാഞ്ചന അയ്യപ്പേണ്ട എല്ലാരും കൂടെ. എല്ലാരും വല്ലാത്തൊരു ഷോക്കില. എന്താ സംഭവിച്ചെന്ന് പോലും ആർക്കും ഒരു നിമിഷം കൊണ്ട് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ഗോവിന്ദും ഗീതും എല്ലാം കൂടെ ചേർന്നിട്ട് പ്രിയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ഫുൾ വിശേഷം വന്നിട്ടില്ല കേട്ടോ. ഫുൾ വിശേഷം വരുന്ന സമയത്ത് അത് എപ്പോഴാണല്ലോ അപ്പൊ തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാട്ടോ. ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.